പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയില്ലേ, ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുക എന്ന് പറയും. നമ്മളെല്ലാം ഹോട്ടൽസിൽ താമസിക്കുന്നുള്ളൊരു ഇപ്പം നമ്മൾ താമസിച്ച ഒരു വീട്ടിൽ ഇപ്പോൾ പൃഥ്വിരാജ്, ഞാൻ, നീ, അരുൺ ഉണ്ടായിരുന്നു, മിയ, അരുൺ, സുനിൽ ബാബു, എത്രയോ പേര് നമ്മൾ ഒരുമിച്ച് താമസിക്കുകയാണ്. ഞാൻ ഇന്ന് നമ്മുടെ സംസ്കൃതിയുടെ അച്ഛമ്മ കണ്ടിരുന്നു. അവരാണ് ഏറ്റവും ഈ പടത്തിന് കഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ നമ്മുടെ 7 ബെഡ്റൂമിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇവർക്ക് 2 പേർക്കും വൈകുന്നേരം പുറത്തിറങ്ങാൻ വയ്യ. കാരണം ഏറ്റവും വലിയ പ്രോബ്ലം എന്താ അറിയൂ, നീ മനസ്സിലാക്കില്ല ഇപ്പോഴും, ഈ പടത്തിനോട് ഏറ്റവും സാക്രിഫൈസ് ചെയ്ത് സംസ്കൃതിയും അമ്മയാണ്. കാരണം അവർ രണ്ടുപേരും മാത്രമാണ് വെയിറ്റ് അറിയുന്നത്. നമ്മൾ ഫിഷ് കുക്ക് ചെയ്യുന്നു, ചിക്കൻ കുക്ക് ചെയ്യുന്നു, മട്ടൺ കുക്ക് ചെയ്യുന്നു. ഈ ആന്റി പുറത്തിറങ്ങില്ല, നമുക്ക് മനസ്സിലായില്ല. റിസർവ്ഡ് ആണ് ആന്റി ഇപ്പോഴാ പറഞ്ഞ എന്തൊക്കെയായാലും പടം കണ്ടു, സന്തോഷം. പക്ഷെ അയ്യോ ഇനി ഇപ്പൊ എന്നെ കണ്ട പാടെ എഴുന്നേറ്റ് നിന്നു. നല്ല പ്രായമുള്ള സ്ത്രീയല്ലോ അവര്. അല്ല അതല്ല, വരുമ്പോ തന്നെ കൂടെ പുറകെ ചിക്കനോ ബീഫോ വരുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് പറയുമ്പോൾ വെറുതെ പറയണല്ല. പക്ഷെ അതൊക്കെ ഒരുപാട് നമ്മുടെ ഈ ഫിലിമിന്റെ ഫൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഓരോ ഷോർട്സ് നമ്മൾ വെറുതെ പൂഴ്ത്തി പറയാൻ വേണ്ടി പറയണല്ല. നമുക്ക് അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കിട്ടാൻ വലിയ പാടായിരുന്നു. ഇപ്പൊ നമ്മുടെ എൻറ്റയർ യൂണിറ്റ് ആണ് ആ ഏരിയ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഫുൾ യൂണിറ്റിലെയും ക്രെയിനിലെയും എല്ലാ ആൾക്കാരും കള്ളിമുണ്ട് കൊടുത്ത് അവിടുത്തെ നാടൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അപ്പിയറൻസിൽ നിന്നല്ല, ഇവരെ സ്വന്തം ഡ്രസ്സിലല്ല ഇവർ നിൽക്കുന്നത്. ഇവരെല്ലാം നാടൻ അപ്പിയറൻസിൽ നിന്നിട്ട് ഇതിന് ഓരോ കഥാപാത്രം. ഇപ്പൊ നമ്മുടെ മറ്റേ സിംഗിൾ ഷോട്ട് ആണെങ്കിൽ പോലും അതിൽ ക്യാമറ ഹാൻഡ് ഓവറാണ്, ക്യാമറ ഹാൻഡ് ഇതെല്ലാം ക്യാമറമാനൊക്കെ കള്ളിമുണ്ട് കൊടുത്ത്. ഷോട്ടിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് അവിടുത്തെ ലോക്കൽ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതൊരു പക്ഷെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ മിക്കവാറും ഇതായിട്ടുണ്ടാവും. ഇവർക്ക് സിനിമ അറിയാത്ത ആൾക്കാരായതിൻ്റെ പേരിൽ നമ്മൾ പറയുന്ന മാർക്കിൽ കറക്റ്റ് വരുന്നു എന്ന് അല്ലേ, ആ ഒരു എല്ലാം കൊണ്ടും അത് ആ ലോക്കൽസിന് നമുക്ക് ഒരുപാട് നന്ദി പറയാൻ പറ്റും. അല്ല, നമ്മുടെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ നോർമലി ലൊക്കേഷനിലേക്ക് കാറിൽ പോകുന്നു, അതെ അതെ മറ്റേങ്ങനെ ഇങ്ങനത്തെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കാലത്തൊരു ബൈക്ക് വരുന്നു, ചേട്ടാ ലൊക്കേഷൻ അടി, ബൈക്കിൽ പോവുക, ബൈക്കിലാട്ടെ കുഴപ്പമില്ല, കാരണം ഇവിടെ കാർ അധികം ഇല്ല, 2-3 കാറേ ഉള്ളൂ. അത് ശരി, ഇവിടെ ബൈക്കിലാണ് ആൾക്കാർ പോണേ. ചേട്ടാ ആകെ 2 സ്വിഫ്റ്റുകളും അവിടെ, മാരുതി ഒമിനി ഉള്ളൂ. പീല് പോണു, ഓക്കെ, ശരി ഇതേ ഉള്ളൂ ഇവിടെ. നമ്മളതിൽ കയറിയിരിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു. ഈ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഫുൾ ആൾക്കാർ പുറത്ത് നിൽക്കാണ് നമ്മളെ കാണാൻ. അതിൽ ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ കുഞ്ഞു വഴികൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നടക്കാൻ പോയത്, മിയയുടെ അമ്മയും ഞാനും നീ കൂടെ നടക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നിടത്ത് അവരവർ അന്നുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് പൊതിഞ്ഞ് തന്നോട്ട് ഇവർക്ക് സന്തോഷപ്രിയരാണ്, ഭയങ്കര സന്തോഷപ്രിയ. എത്ര ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്, അതൊക്കെ ഭയങ്കര നന്മയുള്ള. പക്ഷേ ആ ദ്വീപിന്റെ ഒരു ഐശ്വര്യം അത് ആൾക്കാർ കൂടുതൽ കാണണം. കാരണം ഇപ്പോൾ ഓർഡിനറി എന്ന ഫിലിം ഇപ്പൊ ഗവിയിൽ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഗവി ഒരുപാട് ആൾക്കാർ, അന്ന് ആൾക്കാർക്ക് അറിയാത്ത ഒരു സ്ഥലമായിരുന്നു. ഗവി ഒരുപാട് ആൾക്കാർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാതിരി ആക്കി. അതുപോലെ ഈ ലക്ഷദ്വീപ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ അട്രാക്റ്റഡ് ആവുന്ന അത്രയും നല്ല വിഷ്വൽസ് നമുക്ക് അട്രാക്റ്റഡ് ആയാലും തന്നെ അങ്ങോട്ട് പോകാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അല്ല, അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ സിനിമയിലൂടെ ഇത് ജനങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ട് അതിന് കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ വീട്ടിലും കുക്ക് ചെയ്യാറുണ്ട്, ഉണ്ടാക്കി കുക്ക് ചെയ്യാറുണ്ട്. ഉണ്ടോ? അന്നത്തെ അതേ ഐറ്റം തന്നെ ഉണ്ടോ? അന്നത്തെ അതേ ബീഫോ? കുക്കിംഗ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തായാലും അന്ന് ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു. ഡെയിലി നമ്മൾ രസം വയ്ക്കുമായിരുന്നു അല്ലേ? ഓക്കെ, നമ്മുടെ ഷൂട്ടിങ്ങിൽ എൻജോയ് ചെയ്ത മറ്റുള്ളവർ അറിയാത്തൊരു ഏരിയ. ഇപ്പൊ സച്ചിയൊക്കെ വേറെ സ്ഥലത്താണ്, സച്ചിയൊന്നും അറിയാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ ഈ ഏരിയ ആകെ 4 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാർ മുഴുവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. ആർക്കും നമ്മൾ യാതൊരു വിലയില്ല. ഓരോ സീൻ കഴിയുമ്പോൾ ഡ്രസ്സ് മാറാതെ നമ്മൾ നേരെ വീട്ടിൽ വരില്ലേ? ഓരോ വീട്ടിലല്ലേ പോണേ, ഓരോ വീട്ടിൽ ഡ്രസ്സ് മാറണം. അങ്ങനത്തെ ഒരു ആൾക്കാർ മുഴുവൻ കണ്ടത് യാതൊരു വിലയില്ല, ഒന്നുമില്ല. ചെന്നപ്പോൾ വലിയ റെസ്ട്രിക്ഷൻ മകളായിരുന്നു. പിന്നെ പട്ടിയുടെ വിലയില്ലാതെ ഒന്നുമില്ല. തോന്നിയ വീട്ടിൽ ഡ്രസ്സ് മാറണു, നമ്മൾ പോകുന്നു. ഏറ്റവും രസം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഒരു വീട്ടിൽ പോയി എനിക്ക് ഓർമ്മയുണ്ടോ, അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ചേച്ചി കുരുമുളക് പൊടി കിട്ടുമോ? ഇവിടെ കുരുമുളക് പൊടി ഇല്ല. എന്നാൽ അതുപോലെ ഒരു സാധനം ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവരെന്തോ ഒരു തണ്ടിൻ്റെ എന്തൊരു വേരോ സാധനം തന്നിട്ട് ഇത് പൊടിച്ചിട്ട് ഇട്ടിട്ട് അതാണ് നിന്റെ ബീഫ് എന്നാണ്.
ഏതായാലും അവിടുത്തെ ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ ആളൊരുത്തി മറ്റേ അവളൊരുത്തി പാട്ടില്ലേ, ആ പാട്ടിന് നിൽക്കുന്ന അത്രയും ക്രൗഡ് 10,500 ആൾക്കാർ 3 ദിവസം അല്ലേ, ഒരേ കോസ്റ്റ്യൂംസ് ഇട്ട് നമുക്ക് അവർ വന്നു. പ്രൊഡ്യൂസർക്ക് ഭയങ്കര ലാഭമല്ലേ, പിന്നെ ഭയങ്കരമായിട്ട് കുഴപ്പമില്ല. അവരെല്ലാം ത്രൂ ഔട്ട് 12-1 മണി വരെ നിൽക്കുക. കാരണം പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് അവർ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടില്ല കവരത്തിയിൽ, അവർ ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് കാണുന്നത്. അതുകൊണ്ട് അവരൊരു പ്രോഗ്രാം കാണുന്ന പോലെ വന്ന് നിൽക്കുകയാണ്. ഈ എന്താണ് ഷൂട്ടിംഗ് എന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്താണ് സോങ്, എങ്ങനെയാണ് സോങ് എടുക്കണത്, ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് 1 ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസം വന്നിരിക്കുകയാണ്. 1 ദിവസമൊക്കെ അവർക്ക് മടുക്കണ്ടേ. അപ്പം അത്രയും പാഷനേറ്റ് ആണ്. കാരണം എനിക്ക് അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയും, ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവരോടൊരു ബോർഡ് വെച്ചില്ലേ, അതെ നന്ദി, സിനിമ എന്താണെന്ന് അറിയിച്ചതിന് നന്ദി എന്നിട്ട് ബോർഡ് വെച്ചു. അത് തന്നെ വലിയ സന്തോഷം, വലിയ സ്നേഹം.